Good afternoon to all. Good afternoon, Miss. Good afternoon. Good afternoon, ma'am. Yeah, good afternoon. Good afternoon, ma'am. Yeah, okay. So how are you all? Fine. I'm fine, okay. Hope you all are doing well. Always good, ma'am. Always good. Okay. What about you? Yeah, always good. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ ആക്റ്റീവ് വോയിസ് കംപ്ലീറ്റ് ചെയ്തു. ഡൗട്ട് ഒന്നുമില്ലല്ലോ, ക്ലിയർ അല്ലേ? അല്ലെ, സിമ്പിൾ ആണ്, പെട്ടെന്ന് മനസ്സിലായി നിങ്ങൾക്ക് അല്ലെ? ആൻസേഴ്സ് ഒക്കെ നിങ്ങൾ ചെയ്തു, കുറെ എക്സസൈസ് ഒക്കെ ചെയ്തു. ഓക്കെ, ദെൻ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്? ഇനി വർക്ക് Right, ma'am. yeah, self intro. Okay, are you prepared for that? Yeah, yes or no? Ready or not? Yes, ma'am. No. Yes. ആരൊക്കെയുണ്ട്? ആരൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് പറയോ? Yeah, Andy, then Shalini, Zohana, Ashwati, എല്ലാവരും ഉണ്ട്. Shahana and Sharma. ഉണ്ടോ? Yeah. Okay, then who is first? First time. കേൾക്കട്ടെ, നിങ്ങൾ എന്താ പറയുന്നത് കേൾക്കട്ടെ. Okay, first and okay. Ashwati go. പറഞ്ഞോളൂ അശ്വതി. ഓക്കെ, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ, കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്കത് ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫേസ് ടു ഫേസ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. ഓക്കെ, ഓക്കെ ആണോ? Okay, ma'am. Yeah, okay. Then you can start now. Hello, everyone. I'm Ashwati, a science graduate with BSc. Wait, നമ്മൾ ആരെയാണ് കാണുന്നേ? Hi, ma'am. Oh, yeah. Wait, ഞാൻ പിൻ ചെയ്യട്ടെ, എല്ലാവരും കാണണ്ടേ? ഓക്കെ അശ്വതി, എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ. സുഖം, ma'am. സുഖം. ഓക്കെ, നിങ്ങള് സപ്പോസ് നിങ്ങൾ ഇപ്പോ ഇവിടെ കോൺവെക്കേഷൻ വരാണെങ്കിൽ അശ്വതി ആണെന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലാവില്ല, ശരിയല്ലേ? പറയാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. Okay. Hello, everyone. I'm Ashwati, a science graduate with a BSc degree, a Bachelor of Education. I'm a proud resident of Kootanad, a beautiful place near Patambi in Palakkad district, Kerala. I'm a married woman with 2 lovely kids who brings immense joy and fulfillment to my life. In my free time, I enjoy dancing to the rhythm of music, expressing my creativity through drawing and listening various genres of music that uplift my soul. As a passionate educator, I believe in the power of learning and sharing knowledge. I am enthusiastic about connecting with like-minded individuals and exploring new opportunities. Nice to meet you. Thank you. ഓക്കെ, ടെൻഷൻ ആയിരുന്നു. ക്യാമറ കൂടി കൂടുതൽ മനസ്സിലായി. ക്യാമറ ഓൺ ചെയ്യുന്ന ടെൻഷനാണ്, കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ടെൻഷൻ ഇല്ലാണ്ട് ഒരു ക്യാമറ ഓൺ ചെയ്ത് പറയും, കോൺഫിഡന്റ് ആയിട്ട്. ഓക്കെ, ഇത് ഞാൻ പെട്ടെന്ന് പറഞ്ഞേരിക്കാം, കുറച്ച് ഞാൻ ഒന്നുകൂടെ പറയാം. ഓക്കെ, ഓക്കെ അശ്വതി. Then ഇനി നെക്സ്റ്റ് ആരാ? ക്യാമറ ഓൺ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണോ ആരും?
ക്യാമറ ഓൺ ചെയ്യൂ. ക്യാമറ ഓൺ ചെയ്യുമ്പോ അത് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, അശ്വതി മാം പറയാം. ക്യാമറ ഓൺ ചെയ്ത് പറഞ്ഞപ്പോ എന്താ തോന്നി? ഞാൻ സാധാരണ ക്യാമറ ഓൺ ചെയ്യാതെ പറയുന്നതിനേക്കാൾ കുറച്ച് ടെൻസ്ഡ് ആയി. നമ്മൾ നേരിട്ട് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന പോലെ ഒരു ടെൻഷൻ ഉണ്ടായി. അതെ, അല്ലാതെ എന്ത് തോന്നി? ഇപ്പോ അല്ലാതെ കുറച്ച് കുറച്ചും കൂടി ടെൻഷൻ ഫ്രീ ആയില്ലേ? ഓക്കെ, കേട്ടല്ലോ. ഒന്നുകൂടി നന്നായി പറയായിരുന്നു തോന്നി. അതെ അതെ, കാരണം നമ്മള് ഫേസ് ടു ഫേസ് സംസാരിക്കും. ഇപ്പോ ക്യാമറ ഓൺ ചെയ്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതും ക്യാമറ ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതും ഓൺ ആക്കുന്നതും നല്ല വ്യത്യാസമുണ്ട്. ഞാനത് പറയുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നെങ്കിലും ഇപ്പോ അശ്വതിക്ക് മനസ്സിലായി. ക്യാമറ ഓൺ ചെയ്തപ്പോ ഇതൊക്കെ നമുക്ക് എത്രയും നാള് ക്ലാസ് അറ്റൻഡ് ചെയ്ത ഫീലേ അല്ലായിരുന്നു അല്ലെ? അതെ, അപ്പോ അതും കൂടെ നിങ്ങൾ ക്യാമറ ഓണും കൂടെ ചെയ്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടും. മനസ്സിലായോ? എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ടി വന്നാൽ നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് ഇതേപോലെ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾക്ക് പുറത്തോട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓൺലൈൻ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. നേരെ ടെൻഷൻ അടിക്കാൻ കൂടായിട്ടിരിക്കാലോ. നമ്മൾ തമ്മിൽ എത്ര നാളത്തെ പരിചയമുണ്ട് അല്ലെ? എന്നെ നിങ്ങൾ കാണുന്നത് കുറെ നാളായി, എന്നിട്ടും അശ്വതിക്ക് ക്യാമറ ഓടിച്ചപ്പോ പേടിക്കും. ഇനിയിപ്പോ നിങ്ങൾ ഒട്ടും പരിചയമില്ലാത്തൊരു വ്യക്തിയെ കാണുമ്പോഴോ ആലോചിക്കും, ഒരുപാട് നമ്മൾ നെർവസ് ആവും. ഓക്കെ, സോ അതുകൊണ്ട് മാക്സിമം അല്ലാതെ ക്യാമറ ഓൺ ചെയ്ത് സംസാരിക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, കാണാലോ, എനിക്കും കാണാലോ നിങ്ങളെ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാം, എനിക്ക് ആരെയും അറിയില്ല. ആരെയും 5-6 പേരെ ക്ലാസ്സിലുള്ളൂ. ഇവരെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണ്ടേ എനിക്ക് എപ്പോഴെങ്കിലും നമ്മൾ മീറ്റ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, റെഡിയാണോ? ഇല്ല, ആരും റെഡിയല്ല. ഓക്കെ, റെഡി. ഓക്കെ, ആൻസി പറയൂ. ഓക്കെ, ഹായ് ആൻസി. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യൂ. അൺമ്യൂട്ട് ചെയ്യൂ, മ്യൂട്ടാണ്. എന്തോ നോക്കി വായിക്കാനാണോ? ഓക്കെ, മനസ്സിലായി. ഇപ്പൊ കണ്ടോ, ക്യാമറ ഓൺ ചെയ്യും അറിയാം ആരൊക്കെ നോക്കി വായിക്കുന്നുണ്ട്, ആരൊക്കെ അല്ലാതെ പറയുന്നുണ്ട്. ഓക്കെ, വായിക്കൂ. സൗണ്ട് ഒട്ടും കേൾക്കുന്നില്ലല്ലോ. എന്തോ മഴ? ഓക്കെ, നല്ല ഒച്ചയിൽ വായിച്ചോളൂ, കേൾക്കുന്നില്ല. My name is Nancy Jerome and I am 20 years old. I am currently studying hospital administration. I live in Western Ernakulam and I come from a large and caring family. I have 3 siblings. One of whom is married. I live with my parents and grandparents. My father's brother and his wife, their 2 daughters, and our lovable puppy named Baby, who is the loving part of our family. My short-term goal is to get a job and my long-term goal is to achieve a good position in my career. We will learn from my past mistakes and experiences. My hobbies include reading books, studying music and dancing. That's all about me. Thank you. ഓക്കെ, ഞാനൊന്നും കേട്ടില്ല. ഓക്കെ, ഓക്കെ, then ഇനി നെക്സ്റ്റ് ആരാ? Who's next? Hello, ma'am. Okay, Suhan. Parayyu. Yeah. Hi, Hello. Suhan. Hi. Hi. Parayyu. Parayate. Hello, I'm Suhana Salim from Pallikal, Trivandrum. I have recently completed my +2 and I am excited about new experiences.
In my free time, I enjoy reading and watching movies, which help me relax and broaden my perspectives. I'm looking forward to learning and growing, and I'm eager to explore new experiences. Thank you. Okay, സുഹാന Yes. ജസ്റ്റ് പ്ലസ് ടു കഴിഞ്ഞുള്ളൂ. Yeah. എന്തോ എന്താണ് മാം കേട്ടില്ല? ക്വാളിഫിക്കേഷൻ എന്താണ്? ക്വാളിഫിക്കേഷൻ ഞാൻ പ്ലസ് ടു കഴിഞ്ഞതേ ഉള്ളൂ. കഴിഞ്ഞതേ ഉള്ളൂ? അല്ല, കഴിഞ്ഞ ഇയർ. എന്തോ കഴിഞ്ഞ ഇയർ. ഓക്കെ, ഏജ് എത്രയാണ്? ഇനി 19 ആവാറായി. ആഹാ, ഓക്കെ. കൊള്ളാം. എനിക്ക് തോന്നുന്നു ഐ തിങ്ക് അത്രയും ഏജുള്ള ആരും നിങ്ങളുടെ കോഴ്സിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പൊതുവെ കുറവാണെന്ന് തോന്നുന്നു. ഓക്കെ സുഹാന, ചെറിയൊരു കുട്ടി പറഞ്ഞ ഓക്കെ. ഓക്കെ സുഹാന. ഇനി നെക്സ്റ്റ് ആരാ? ശാലിനി. Yes, ma'am. പറഞ്ഞാലോ നമുക്ക്? Yes. ക്യാമറ ഓൺ ചെയ്യാൻ നീ ബുദ്ധിമുട്ട്? ഓക്കെ. ഹായ് ശാലിനി. Hi, ma'am. ക്യാമറ ഓൺ ചെയ്യുമല്ലാതെ ഭയങ്കര ഷൈ ആണല്ലോ. ഫസ്റ്റ് ടൈം ആണല്ലോ ക്യാമറ ഓൺ ചെയ്യുന്നേ ക്ലാസ്സില്? ആണോ? സ്റ്റക്കായി? രമ്യ മിസ്സിന്റെ ക്ലാസ്സിലെ ഒരു തവണ ഓൺ ചെയ്തിട്ടുണ്ട്. ഏത് മിസ്സാണ്? രമ്യ മിസ്. ഓക്കെ. എല്ലാവരും ഓൺ ചെയ്തോ? ഇല്ല, കുറച്ച് 2-3 പേര്. ഓക്കെ. ശാലിനി വീഡിയോ സ്റ്റക്കാണ് കേട്ടോ. I think range. Okay. ശാലിനി കേൾക്കുന്നില്ല, വോയിസ് ബ്രേക്ക് ആവുന്നു. ശാലിനി റേഞ്ച് നോക്കി. റേഞ്ച് കുറവാന്ന് തോന്നുന്നുണ്ടോ? കേൾക്കുന്നില്ല. റേഞ്ച് കേൾക്കുന്നില്ല. ഒന്ന് റേഞ്ച് ചെക്ക് ചെയ്യൂ കേട്ടോ, എന്നിട്ട് വരൂ. ഓക്കെ. Okay. Then Shoma. Shoma. Yes, ma'am. Okay, Karin. Ma'am. Yeah. Hi, Shoma. Hi, ma'am. I'm Sauda Siddiq. Endo? I'm Sauda Siddiq, not Shahma. Yeah, Shoma. Okay, അറിയാം. I'm Sauda. എൻ്റെ പേര് സൗദ സിദ്ദിഖ് എന്നാണ്. സൗദ. ഷഹ്മ എൻ്റെ മകളാണ്. ഇത്രയും നാളായിട്ട് എന്നോട് പറഞ്ഞോ? പറഞ്ഞോ ഇല്ലയോ? ഇല്ല. ഷഹ്മാന്ന് വിളിക്കുമ്പോ ആള് വരുന്നു. എനിക്കറിയില്ല, സൗദ എന്നാണ് പേര്. ഓക്കെ. ഓക്കെ സൗദ. പക്ഷെ ഇനി ആ പേര് ഞാൻ ഓർക്കില്ല കേട്ടോ. ഓൾറെഡി ഷഹ്മ എന്റെ മനസ്സിൽ വന്നു. ഇനി സൗദ ചാൻസ് കുറവാണ്. ഓക്കെ, അതുകൊണ്ട് എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ സൗദാണെന്ന് പറയരുത് കേട്ടോ എന്നോട്. മനസ്സിലായോ? കോൺവെക്കേഷൻ എപ്പോഴെങ്കിലും വരാണെങ്കിൽ മിസ് ഞാൻ സൗദയാണെന്ന് പറഞ്ഞാൽ എനിക്കറിയാൻ പറ്റില്ല. ഷഹ്മ തന്നെ പറഞ്ഞാൽ മതി. ഓക്കെ.
Okay, book പറയൂ കേൾക്കട്ടെ. Introduce yourself. I'm not prepared. Yeah. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നില്ല. ഓ, ഇത് പണ്ടത്തെ കുഞ്ഞു മക്കള് പറയുന്ന എക്സ്ക്യൂസ് ആണ്. ഞാൻ ഉണ്ടായിരുന്നില്ല. എന്താ? ഓക്കെ ഓക്കെ, എന്നാലും ചുമ്മാ എന്തെങ്കിലും പറയൂ കേക്കട്ടെ. മലയാളത്തിൽ പറയൂ. I'm a housewife. I completed in +2 in 2005. പിന്നെന്നാ പിന്നെ മലയാളത്തിൽ പറയൂ എന്നാല്. I'm from Kannur. എന്തോ? Kannur. I'm from Kannur. Living from Kannur. I have 3 daughters. That's it. Yeah, that's all. Okay. Okay, Shama, then Shahna. ഷഹാന ക്ലാസ്സിലുണ്ടോ? യെസ് മാം, ഞാനുണ്ട്. ഉണ്ട്, എന്നാ പറയൂ. മാം, പിന്നെ ആരെങ്കിലും പറയാനുണ്ടോ? അത് കഴിഞ്ഞിട്ട് ഞാൻ പറയായിരുന്നു. എന്തോ? പിന്നെ ആരെങ്കിലും പറയാനുണ്ടോ? അത് കഴിഞ്ഞിട്ട് ഞാൻ പറയായിരുന്നു. ഒരാളുണ്ട്, റംഷീന. Yes, ma'am. Okay, Ramshina, introduce yourself. Oh, ma'am. Yeah, okay. My name is Ramshina. I am from Malappuram district. I am a married woman. I have a daughter. She is 3 years old and her name is Fatima Zara. Then I completed my higher secondary study at 2018. I didn't complete my degree because of my marriage. So I can't continue that. Then then I joined the online courses, hospital administration, after a long period of my study. Then early I joined a online course of abacus. That also I didn't complete it. Very good. Some issues in family. Then it is max. Later, I think it has so many complicated to my brain. So, and later, I didn't get to the classes of that courses. So that I also cut. അതില്ലേ? ഓക്കെ, അബാക്കസ് ഏത് ലെവൽ വരെ പഠിച്ചു? 4th level. ഫോർത്ത് ലെവൽ തന്നെ ധാരാളമാണല്ലോ. പിന്നെ എന്തുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തു? I don't know why I am stopped. That my mother also said, why are you stopped that course? Said I didn't. That time I have some problems. Some problems in your mind. Yeah. Mind. Me in my family, death was that time I didn't attend that classes. It is bending and bending.
So I realized that I can't continue that course after all. So I dropped. Then I dropped. Okay, degree ഇനി ഏതിന് എടുക്കാലോ? ടൈം ഉണ്ടല്ലോ. ടൈം ഉണ്ട്. നമ്മുടെ മൈൻഡ് ആണ് ഞാൻ കേട്ടോ, അത് മനസ്സിലാക്കും. ഓക്കെ, നമ്മൾ വിചാരിച്ച് നടക്കാത്ത ഒന്നുമില്ല. ഞാൻ വെറുതെ പറയുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. You can continue. What's not clear? My mother also echo everything. റേഞ്ച് പോകുന്നുണ്ടോ? ഓക്കെ, കൂളായി റിലാക്സ്ഡ് ആയിട്ടിരിക്കും, സംസാരിക്കാം നമുക്ക്. Okay, ma'am. Okay. Then, yeah. ഷഹാന പറയൂ, കഴിഞ്ഞു, ഇനി ആരുമില്ല കേട്ടോ. Okay, ma'am. Hi, ma'am. Hi, ഷഹാന. മാം, ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഒരു ജോബ് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ളൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് എഴുതിയാ വെച്ചിട്ടുള്ളത്. നോക്കി വായിക്കാം. ഇന്റർവ്യൂവിന് പോകുമ്പോൾ നോക്കിയാ വായിക്കാം. ഞാൻ എന്റെ മനസ്സിൽ തോന്നിയത് എന്തൊക്കെയാവും എന്ന് തോന്നിയിട്ട് ഞാൻ എഴുതി വെച്ചതാ. പിന്നെ യൂട്യൂബൊക്കെ നോക്കി എങ്ങനെയൊക്കെ ആവും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു ഇന്റർവ്യൂ എന്നൊക്കെ റെഫർ ചെയ്തിട്ട് ഞാൻ Good afternoon, ma'am. First of all, thank you so much for giving me this opportunity to introduce myself in front of you. I am Shahnaz VS. I am 24 years old. I am from Alua, Ernakulam. I have completed my bachelor degree in commerce from UC College, Alua. I have done 6 months course in hospital administration. I am a focused and determined person, and I have strong communication skill also. I am passionate about my career as a hospital administrator to make a positive impact on people's health and their satisfaction in hospital. My long-term goal is to achieve a good position where I can build my career and help the organization. My hobbies include cooking and reading books. That's all about me. Thank you. Okay, Shahna. Yeah, good. Yeah, near okay. Ashwini, പറയുന്നുണ്ടോ? നീ പറയണോ മാം? അടുത്ത ക്ലാസ്സിൽ പറയാം. അടുത്ത ക്ലാസ്സിൽ പറയാം. പിന്നെ എന്താണ് ഇനി വേറെ നിങ്ങൾക്ക് പറയാനുണ്ടോ? എന്തോ നമ്മുടെ സബ്ജക്ട് വൈസ് അല്ലാതെ എന്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. ഉണ്ടോ? ഇപ്പോ ആരാ പറഞ്ഞേ? റംഷീന പറഞ്ഞ പോലെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? ഓക്കെ, റംഷീന. Yes, ma'am. റംഷീന് പേജ് എത്രയാണ്? 24. 24. ഓക്കെ, ഒരുപാട് ടൈം ഉണ്ട്. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ. Okay, ma'am. സബ്ജക്ട് ഏതായിരുന്നു? Thank you for motivating me. സബ്ജക്ട് ഏതായിരുന്നു പറയൂ. BSc Maths. BSc Maths പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേറെ സബ്ജക്ട് എടുക്കാം, ഡിഗ്രി എടുക്കാം. ഓക്കെ. Okay, ma'am. ഇപ്പോ എന്താ ഒരുപാട് ടൈം ഉണ്ട്. മാക്സിമം പഠിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ അബാക്കസ് 2 കംപ്ലീറ്റ് ചെയ്യാം. അബാക്കസ് മാത്സ് ആണ്, പക്ഷെ നമുക്ക് ഇരുന്നാൽ കിട്ടും. കാരണം എനിക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നമ്മൾ വിചാരിച്ചാൽ നമുക്ക് പറ്റും. മാത്സ് ആയതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. കുറച്ചു നേരം ശ്രദ്ധിച്ചിരുന്നാൽ കിട്ടാവുന്നേ ഉള്ളൂ. ശരിയല്ലേ? ശരിയാണ്.
ഫോർത്ത് ലെവൽക്ക് ഉള്ളത് അതിൽ തന്നെ ഓരോ ഇഷ്യൂ ഉണ്ടായപ്പോ പിന്നെ ക്ലാസ്സിന് പെൻഡിങ് ആയി വന്നേ. അതില് പിന്നെ കാണാൻ പറ്റാതായി. പിന്നെ അങ്ങനെ പോയി. ഓൺലൈൻ കോഴ്സ് അല്ലായിരുന്ന പിന്നെ അങ്ങോട്ട് ഫോർത്ത് തേർഡ് ലെവൽ വരെയും ധാരാളമാണ്. ഒരുപാടുണ്ട് അതിൽ പഠിക്കാനായിട്ട്. പഠിക്കാണ്ട് ഡിവിഷന്റെ ഭാഗത്തായിരുന്നു എത്തി. പഠിക്കൂ. മടിയുണ്ടോ? മടി ചുട്ടൊന്നുമില്ല. പഠിക്കണം വിചാരിച്ചാ പഠിക്കും. അത്ര തന്നെ. വിചാരിക്കില്ല, അതാണ്. അത് എവിടൊക്കെ ഉണ്ട് വിചാരിക്കാത്തത്. എല്ലാവർക്കും ഉള്ള പ്രോബ്ലം ആണ്. എല്ലാവർക്കും അതെ. ഓക്കെ, അത് മാക്സിമം മോട്ടിവേറ്റ് ചെയ്യാ, സ്വയം മോട്ടിവേറ്റ് ചെയ്യാ. ഓക്കെ, ഒരുപാട് സ്വപ്നങ്ങൾ കാണാം. എനിക്ക് അവിടെ എത്തണം, എനിക്ക് ഇന്ന പൊസിഷനിൽ ഇരിക്കണം എന്നൊക്കെ നമുക്കൊന്ന് സ്വപ്നം കാണാം. എല്ലാവരും പറയുന്ന ഒരു കാര്യം, സ്വപ്നം കണ്ടാൽ നടക്കില്ല എന്ന് കുറച്ച് ചിലര് പറയും. സ്വപ്നം കണ്ടൊക്കെ വെറുതെ നടക്കില്ല എന്ന് പറയും. പക്ഷേ ആഗ്രഹിച്ചാൽ നടക്കാതെ ഒന്നുമില്ല. എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. നമ്മൾ ആഗ്രഹിക്കണം, അതിനുവേണ്ടി കുറച്ചെങ്കിലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. അതായത് ആഗ്രഹങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഫുൾ ടൈം കിടന്ന ആഗ്രഹങ്ങൾ മാത്രം ആലോചിച്ചിട്ട് കാര്യമില്ല. അതിനുവേണ്ടി നമ്മൾ കുറച്ചെങ്കിലും മുന്നോട്ട് പോവുക. എല്ലാവരോടും കൂടി പറയുന്നതാണ്, തൻഷിയോട് മാത്രമല്ല. എല്ലാവർക്കും ഇതേപോലെ എന്തെങ്കിലും ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാം. ലൈഫാണ്. ഓക്കെ, അപ്പോ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾ എത്തുന്ന പൊസിഷൻ, ആ ഒരു പൊസിഷൻ എത്തുന്ന വരെ ഹാർഡ് വർക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് സിമ്പിൾ അല്ലേ, പിന്നെ അധികം പണി കൊടുക്കണ്ട. എന്ന് വെച്ചാൽ അധികം പഠിക്കൊന്നും വേണ്ട. ജോലി നല്ലൊരു പൊസിഷനൊക്കെ ആയി കഴിഞ്ഞാൽ സുഖമാണ്, നമുക്ക് എൻജോയ് ചെയ്യാം. ഓക്കെ, വീട്ടിലത്തെ പോലെ അല്ല. നമുക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവര് കൊളീഗ്സ് ആയിട്ടൊക്കെ ഒന്ന് ചില്ലടിച്ചിരിക്കുമ്പോ നൈസായിരിക്കില്ലേ അല്ലേ? നൈസ് മൈൻഡ് ആണ്. അപ്പോ വേറെ ലെവലായിട്ട്. ഓക്കെ, ടെൻഷനും കുറച്ച് സമയത്തെങ്കിലും നമ്മൾ മറന്നു. താങ്ക് യു മാം. താങ്ക് യു മാം. ഓക്കെ, ഇതേപോലെ ആർക്കെങ്കിലും മടിയുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ആക്സെപ്റ്റ് ചെയ്യൂ. മടിയുള്ളത് ആക്സെപ്റ്റ് ചെയ്യാൻ ആർക്കെങ്കിലും മടിയുണ്ടോ? അതിലും നല്ലോണം ഉണ്ട്, മടിയുണ്ട്. മടിയില്ലാത്ത മനുഷ്യന്മാരില്ല, എന്നറിയോ? മടിയുണ്ട്. പക്ഷെ ഈ പറഞ്ഞ എനിക്കും മടിയാണേ. പക്ഷെ മടി പറയാ, എനിക്കതേ പറയാനുള്ളൂ. മടി മാക്സിമം ഇപ്പൊ ഞാൻ പറയുന്നില്ല ബുക്സ് വായിക്കണം എന്നൊക്കെ പറയുന്നില്ലേ, ആ കുറച്ച് നാള് കണ്ടിന്യൂ ചെയ്ത് നോക്കിയേ. എത്ര മടിയാണെങ്കിൽ പോലും നമ്മളത് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ഒരു ഹാബിറ്റ് ആയിട്ട് മാറും. അത് ഷുവറാണ്. അത് എക്സസൈസ് ചെയ്യുന്നതാണെങ്കിൽ പോലും അത് നിങ്ങൾ 1 month കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എക്സസൈസ് ചെയ്ത് നോക്കി, ആ ടൈം ആകുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് എണീക്കുകയും ചെയ്യും. അത് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റും വരും. അത് നമ്മുടെ ഒരു ഹാബിറ്റ് ആയിട്ട് അങ്ങ് മാറും. ആദ്യം ഒരു ബുദ്ധിമുട്ടാണ് മൊത്തത്തിൽ നമുക്ക് ചെയ്യാൻ. കാരണം നമ്മൾ ചെയ്യാത്തൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതിൻ്റെതായ കുറെ ബുദ്ധിമുട്ട്, ഡിഫിക്കൽട്ടീസ് ഒക്കെ നമ്മൾ ഫേസ് ചെയ്യും. അതുകൊണ്ട് മടി മാറ്റിക്കഴിഞ്ഞാല് നമ്മൾ രക്ഷപ്പെടും. അത് ആദ്യം മനസ്സിലാക്കും. ഓക്കെ, ഒരു സ്കില്ല് നമുക്ക് ക്വാളിഫിക്കേഷൻ മാത്രമല്ല കേട്ടോ. ഒരു സ്കില്ലിന് എന്തെങ്കിലും ഒരു സ്കില്ല് നമുക്ക് വേണം. ഇന്നത്തെ കാലത്ത് അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഒരു സ്കില്ല്. കാരണം ക്വാളിഫിക്കേഷൻ ഉള്ള എല്ലാവരും ഉണ്ട്. ഒരുപാട് പേർക്ക് ക്വാളിഫൈഡ് ആണ്. ഡിഗ്രി അല്ലെങ്കിൽ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ഇപ്പൊ ഡിഗ്രി ആണ് മിക്കവർക്കും. പക്ഷെ സ്കില്ലുള്ളവർ കുറവായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളത്? നിങ്ങള് സി വി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് സ്കില്ല് ചോദിക്കും. സ്കില്ല് എന്തിനാ ചോദിക്കുന്നതെന്ന് അറിയും. നിങ്ങൾക്ക് എന്താ സ്കില്ലുള്ളതെന്ന് പറയുമോ? നിങ്ങൾക്ക് സ്കില്ലുണ്ടോ? നിങ്ങൾക്ക് അറിയൂ, ഉണ്ടോ? മിണ്ടുന്നില്ലല്ലോ. സ്കില്ലില്ല ആർക്കും. എന്താണ്? പറയൂ എന്തെങ്കിലും. അതിലും ഉറപ്പ് പറയാനും അറിയില്ല എന്തിലാ ഉള്ളത് എന്ന്. എന്തിനാ? ഐ തിങ്ക് ഇപ്പോ മെൻ ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു സ്കിൽ, ഇപ്പോ ഡ്രൈവിംഗ് ആകാം, അല്ലെങ്കിൽ അവരുടേതായ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇപ്പൊ നമുക്ക് പൊതുവേ കാണുന്ന കാര്യങ്ങളൊക്കെ ആണുങ്ങൾ ചെയ്യുന്ന എല്ലാ ജോലികളും അവർക്ക് സ്കില്ലാണ്. അവർ സ്കിൽ അത് അറിയാവുന്നതുകൊണ്ടാണ് അവർ ആ ജോലിക്ക് പോകുന്നത്. ഇപ്പോ എന്താണെങ്കിലും വീടുപണിയാണെങ്കിലും കൺസ്ട്രക്ഷൻ ആണെങ്കിലും എന്താണെങ്കിലും അവർക്ക് വയറിംഗ് ആണെങ്കിലും പ്ലംബിംഗ് ആണെങ്കിലും അതൊക്കെ ഒരു സ്കില്ലാണ്.
എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല അത്, അല്ലെ? ചിലർക്ക് മാത്രമേ അറിയുള്ളൂ. അതൊരു സ്കില്ലല്ലേ? കാരണം അങ്ങനെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി വന്നാൽ ആ സ്കില്ലുള്ള ആൾക്ക് അപ്ലൈ ചെയ്ത് തന്നെ കിട്ടും, ഷുവറാണ്. കാരണം അവർക്ക് കോൺഫിഡന്റ് ആണ്, എനിക്ക് ആ പണി അറിയാം, ഞാൻ കോൺഫിഡന്റ് ആയിരിക്കും, അല്ലെ? അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൽ ഉണ്ടോ? നിങ്ങൾ കോൺഫിഡന്റ് ആയ ഒരു സ്കിൽ നിങ്ങൾക്ക് ഉണ്ടോ? ഉണ്ടോ? ഇല്ലെങ്കിൽ എന്ന് പറയും, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും. ഞാൻ നിങ്ങളെ കളിയാക്കാനോ ഒന്നും വന്നിരിക്കുന്നതല്ല, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നെ കൊണ്ടാവുന്ന എന്തെങ്കിലും നിങ്ങൾക്ക്, ഇപ്പൊ ഞാൻ പറയുന്ന എന്തെങ്കിലും ഒരു വാക്കാണെങ്കിൽ പോലും അത് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. കാരണം ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ചിലപ്പോ പറഞ്ഞത് ആരെങ്കിലും പൊതുവെ ഇല്ലാത്തൊരു സാഹചര്യമായിരിക്കും. ഇപ്പൊ എന്റെ പഠിക്കുന്ന സമയത്താണെങ്കിലും ഇന്നത് പോയി പഠിക്കൂ, ഇന്നത് ചെയ്യൂ, ഇത് നല്ലതാണ് എന്ന് പറയുന്ന ആളുണ്ടായിരുന്നില്ല പൊതുവെ. അങ്ങനെയൊക്കെ നമുക്കൊരാളുണ്ടെങ്കിൽ നമ്മള് ഇന്ന് എവിടെയെങ്കിലൊക്കെ തരുന്നു. അങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും? നിങ്ങൾ ആരും ഇല്ലാത്ത പിള്ളേരാണോ? സംസാരിക്കില്ലേ നിങ്ങള്? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ടോ? ഒരാളെ മാത്രം കേൾക്കുന്നുള്ളോ? ഇംഗ്ലീഷ് ക്ലാസ് ആണ്. ഓക്കെ, ഇംഗ്ലീഷ് ക്ലാസ് ആണ്, മിസ് ഇംഗ്ലീഷ് ഒന്നും എടുക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട കേട്ടോ. സ്കില്ലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സ്കിൽ എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ട പൊതുവെ സ്കില്ല് എന്ന് പറയുന്നത്, ഒരു അത്യാവശ്യമായിട്ടൊരു സ്കിൽ എന്ന് പറയുന്നത് ലാംഗ്വേജ് സ്കില്ലാണ്. ഓക്കെ, അത് മാക്സിമം ഡെവലപ്പ് ചെയ്യാൻ നോക്കാം. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് മെയിൻ ആയിട്ട് എന്ത് ജോലിക്കാണെങ്കിലും, ഏത് കൺട്രി പോകാനാണെങ്കിലും, എങ്ങോട്ട് പോകാൻ വേണമെങ്കിലും നമുക്ക് ഈ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ പറ്റും. ഏത് ജോലിയാണെങ്കിൽ പോലും നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇന്റർവ്യൂ ആണെങ്കിൽ പോലും, ഏത് ഇന്റർവ്യൂ ആണെങ്കിലും, എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ പോകാൻ പറ്റും. ശരിയാണോ തെറ്റാണോ ഞാൻ പറഞ്ഞത്? നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അപ്പൊ ഈ സ്കില്ല് എന്ന് പറയുന്ന ലാംഗ്വേജ് സ്കില്ല് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. സിവിയിൽ വെറുതെ എഴുതുമല്ലോ, അല്ലെ? എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അങ്ങനത്തെ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടാണല്ലോ സിവിയിൽ എഴുതുന്നത്? അല്ല. പക്ഷെ നിങ്ങൾ അങ്ങനെ സിവിയിൽ ടൈപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാല് ഇന്റർവ്യൂ ചെല്ലുമ്പോ അവര് നോക്കുമ്പോ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ട്, അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ആൻസർ പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അങ്ങനെ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? അവരെന്ത് ചോദിച്ചാലും എവിടെ നിന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്തെങ്കിലും ചോദിച്ചാൽ പോലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? അപ്പൊ തന്നെ അവർക്ക് മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക് ആ സ്കില്ലില്ലെന്ന്, അല്ലേ? നിങ്ങൾ ക്വാളിഫൈഡ് അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ലാംഗ്വേജ് സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ കോൺഫിഡന്റ് ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ പോയിരുന്നാല് നിങ്ങൾ കോൺഫിഡന്റും ആണ്, നിങ്ങൾക്ക് അത്യാവശ്യം ലാംഗ്വേജ് സ്കിൽ ഉണ്ട് എന്തായാലും. ഇത് രണ്ടും മതി നിങ്ങൾക്ക് ജോലി കിട്ടാൻ. ശരിയല്ലേ? ഇതാണ് സ്കില്ല്, ക്വാളിഫിക്കേഷൻ അല്ല ഇപ്പൊ നോക്കുന്നത്, സ്കില്ലാണ് മെയിൻ ആയിട്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു, ഓക്കെ, നിങ്ങൾ പാസ്സായി, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്, നിങ്ങൾ ജോലിക്ക് പോയി, പുറത്തു പോയെന്ന് വിചാരിക്കും. എവിടെയാണെങ്കിലും എന്നാലും ഇംഗ്ലീഷ് കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കുന്നത് അത്യാവശ്യമാണ് എവിടെയാണെങ്കിലും. പക്ഷെ പുറത്തു പോയെന്ന് വിചാരിക്കും, നിങ്ങൾ ക്വാളിഫൈഡ് ആണ്, നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് ഓക്കെ, നിങ്ങൾ ക്വാളിഫൈഡ് ആണ്, നിങ്ങൾ ജോലി കിട്ടും, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ലാംഗ്വേജ് സ്കിൽ ഇല്ലാത്തല്ല. നിങ്ങൾ അപ്പൊ എന്ത് ചെയ്യും? നിങ്ങൾ അപ്ലൈ ചെയ്യും, നിങ്ങൾ പുറത്തോട്ട് നോക്കുവോ? നിങ്ങൾ ഒരുപാട് സാലറി, ഹൈ സാലറി ആണ് അവിടെ, അല്ലെ? അത്യാവശ്യം നമുക്ക് സാലറീസ് ഉണ്ടാകും. നമ്മള് ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആകാൻ ചാൻസ് വളരെയധികം ആണ് നമ്മൾ പുറത്തോട്ട് പോയാൽ. ഓക്കെ, നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആണ്, നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ടെന്ന് വിചാരിക്കും. നിങ്ങൾ എന്തുകൊണ്ട് മടിക്കും അവിടെ പോവാനായിട്ട്? ലാംഗ്വേജ് സ്കിൽ ഇല്ല, എനിക്ക് അറിയില്ല, ലാംഗ്വേജ് അറിയില്ല എന്നോ ഒറ്റ കാരണം കൊണ്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാതെ. ശരിയല്ലേ? ശരിയാണ് മാം. അപ്പൊ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഇംഗ്ലീഷ് എന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അതുകൊണ്ട് മാക്സിമം ഈ മടിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് ലാംഗ്വേജ് ഒന്ന് സെറ്റ് ആക്കാൻ നോക്കും, പഠിക്കാൻ നോക്കും മാക്സിമം. അത്യാവശ്യം ഇപ്പൊ ഗ്രാമർ എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, എല്ലാം പറഞ്ഞു തന്നു. ഇനി ഒന്നും പറയാനില്ല, പ്രത്യേകിച്ച് ഒന്നും എനിക്ക് പറയാനില്ല. ക്ലാസ്സിൽ എല്ലാ ഭാഗങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വലിയ ഡൗട്ടും കാരണം നിങ്ങൾ ചോദിച്ചും കണ്ടില്ല. ഓക്കെ, സോ ഗ്രാമർ ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലിയർ ആണോ?
അതിനെ പോലെ റെസ്പോണ്ട് ഇല്ലേ? ക്ലിയർ അല്ലേ? അപ്പോ ഒന്നുകൂടെ പഠിപ്പിക്കണോ ഞാൻ? ക്ലിയർ ആണ് മാം. ഗ്രാമർ മിസ് എടുത്തതൊക്കെ ക്ലിയർ ആണ്, പക്ഷെ അത് നേരെ ചൊവ്വേ പഠിക്കാത്തതിന്റെ പ്രശ്നമുണ്ട്. നിങ്ങളുടെ പ്രശ്നമാണ്. പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടാണ് മാം കിട്ടാത്തത്. എല്ലാം അറിയാം അല്ലെ? എല്ലാം അറിയാം. ലാംഗ്വേജ് സ്കിൽ ഇല്ല, ജോലി കിട്ടില്ല, പ്രാക്ടീസ് ചെയ്യുന്നില്ല, ഇതെല്ലാം അറിയാം. പിന്നെ എന്തുകൊണ്ട്? സ്വയം ചോദിച്ചു നോക്കൂ നിങ്ങള്. ഇങ്ങനെ ഇരുന്നാൽ മാത്രം മതിയോ? ഞാനൊരു ഹൗസ് വൈഫാണ്, ഞാനൊരു ഹൗസ് വൈഫാണ്, ഞാനൊരു മദറാണ്, ഞാൻ ഫാമിലി നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്, ഇതെല്ലാം ഓക്കെയാണ്. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ നിങ്ങളുടെ കാര്യത്തില്? ആണോ? അല്ല മാം. അല്ല. എല്ലാ ഘട്ടങ്ങളും ഗ്രഹത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എല്ലാം ആസ് എ വൈഫ്, ആസ് എ മദർ നിങ്ങൾ ഓക്കെയാണ്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഓക്കെയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം. എന്തുകൊണ്ട്? വൈ? ചോദിച്ചു നോക്കൂ, സ്വയം ചോദിക്കൂ. അതിലെ മെയിൻ കാരണം എന്താ? നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം മാറ്റി വെക്കുന്നില്ല. ശരിയാണോ? ശരിയാണ് മാം. നമുക്കായിട്ട് മാറ്റി വെക്കാൻ സമയമില്ല, അതാണ് പ്രശ്നം. സമയമില്ല, ഒരിക്കലും സമയമില്ല എന്ന് പറയരുത്. ഓക്കെ? എല്ലാവർക്കും 24 hours ആണ്. ആർക്കും സമയം കൂടുതലോ കുറവോ ഒന്നും കിട്ടുന്നില്ല. എല്ലാവർക്കും ഒരേപോലെ സമയം കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് വേണ്ടി സമയം മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറല്ല. അതാണ് സത്യം. അതാണ് സത്യം. നമുക്ക് മക്കൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കാൻ പറ്റും, ഹസ്ബൻഡിന് വേണ്ടി മാറ്റിവെക്കാൻ പറ്റും. ബാക്കി എന്ത് കാര്യങ്ങൾക്കും നമുക്ക് ഒരിക്കലും നമ്മൾ സമയമില്ലെന്ന് പറയില്ല. പക്ഷെ നമ്മുടെ കാര്യം നമുക്ക് മാറ്റിവെക്കാലോ. അതിന് ആരോടും നമ്മളൊന്നും പറയണ്ടല്ലോ, നമ്മുടെ കാര്യമല്ലേ. അതാണ്, അങ്ങനെ കണ്ടിട്ടാണ്. മനസ്സിലായോ? ഒരു ദിവസം 1 മണിക്കൂർ നമുക്ക് വേണ്ടി മാറ്റിയാൽ മതി. 1 മണിക്കൂർ. അത് നിങ്ങൾ കുറച്ച് നേരത്തെ എണീറ്റാൽ നിങ്ങൾക്ക് 1 മണിക്കൂർ കിട്ടും. കിട്ടില്ലേ? ചെയ്യോ? പക്ഷെ നിങ്ങള് കുറച്ച് ദിവസമൊക്കെ ചെയ്യും, പിന്നെ വീണ്ടും മടി പിടിക്കും. അതാണ് പ്രശ്നം. അതാ പ്രശ്നം. മാറ്റാം. കുറച്ചു നാൾ മാറ്റി നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോ ഒന്നുമില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും നാള് നമ്മള് എത്ര വയസ്സായെങ്കിലും ഇത്രയും വയസ്സായിട്ട് നമ്മൾ ജീവിച്ചു. തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി നമുക്ക് ഒന്നുമില്ല. നിങ്ങൾക്ക് പറയുന്ന രീതിയിൽ നല്ലൊരു ജോലിയില്ല, ഒരു ഫിനാൻഷ്യലി നമ്മള് ഇൻഡിപെൻഡന്റ് അല്ല. ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ശരിയല്ലേ? നമ്മൾ ഫെയിൽ അല്ലേ? വൈഫാണ് ഓക്കെ, മദറാണ്, ഇതെല്ലാം നമ്മൾ ഓക്കെ, 100% ഓക്കെയാണ്. അതിലാരും നമ്മളിലൊന്നും പറയില്ല. കാരണം അവരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നില്ല. കല്യാണം കഴിഞ്ഞ് എന്ത് നോക്കാൻ ആ ഒരു ചിന്തയെ വേണ്ട കേട്ടോ. കുറച്ച് നമുക്ക് നമ്മുടേതായ ഒരു ലൈഫില്ലേ എന്ന് ആലോചിച്ച് നിങ്ങള്. എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ ഇത്ര സിമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നത്. കാരണം ഞാനും ഒരു വൈഫാണ്, ഒരു അമ്മയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. എക്സാമ്പിൾ, ഞാൻ ഇംഗ്ലീഷിനെ പേടിച്ച് ജീവിച്ച ആളാണ് കേട്ടോ. ഇംഗ്ലീഷ് എന്ന് ഭയങ്കര പേടിയായിരുന്നു. ഓക്കെ, എന്താണ് ഞാൻ പഠിച്ചതെല്ലാം ഇംഗ്ലീഷാണ്. ഡിഗ്രി ആണെങ്കിലും PG ആണെങ്കിലും ഇംഗ്ലീഷാണ് പഠിച്ചത്. പക്ഷെ എനിക്കൊരു ഇംഗ്ലീഷ് ടീച്ചർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നാലും ഇംഗ്ലീഷിന് ഭയങ്കര പേടിയുമാണ്. മനസ്സിലായോ? പക്ഷെ ഞാൻ പിന്നെ വിചാരിച്ചു പേടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. പേടിച്ചാൽ അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. പക്ഷെ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്നിരിക്കുന്നത്. മനസ്സിലായോ? മാറാൻ നോക്കുക. മടിയുണ്ടെങ്കിൽ അത് മാറ്റാൻ നോക്കുക. എല്ലാത്തിനും റീസൺ നിങ്ങൾക്ക് തന്നെ അറിയാം. എല്ലാം നിങ്ങൾക്ക് അറിയാം, പക്ഷെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. എന്തുകൊണ്ട്? മടിയാണ്. മെയിനായിട്ട് മടിയാണ്. ആർക്കും മടിയില്ലെന്ന് പറഞ്ഞാലും മടി തന്നെയാണ്. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ എന്നോട്? ശരിയാണ് ഞാൻ പറയുന്നത്. ശരിയാണ് മാം. മാം ഇപ്പൊ ഇന്ന് പറഞ്ഞ ഈ ഒരാഴ്ച മാം പറഞ്ഞതിന്റെ ഇതില് നേരത്തെ നീക്കലും പഠിക്കലൊക്കെ തുടങ്ങും. അത് കഴിയുമ്പോ വീണ്ടും അത് അവിടെ നിൽക്കും. അതാണ് പ്രശ്നം. ആ മടി തീരെ മാറുന്നില്ല. മാറ്റാൻ നോക്കുക. കുറേ മോട്ടിവേഷൻ ക്ലാസ് കേൾക്കുമ്പോ
അതാ ക്ലാസ് കേൾക്കുമ്പോൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആണ് മാം. ക്ലാസ് കഴിഞ്ഞാൽ ഡീമോട്ടിവേറ്റഡ് ആവും. എന്താണാവും? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോ? നിങ്ങൾക്ക് ഉണ്ടോ? ഉണ്ടോ? പറയൂ, ആഗ്രഹം ഉണ്ടോ നിങ്ങൾക്ക്? ഒരു ജോലി വേണം മാം. നല്ലൊരു ജോലി വേണം, ഇംഗ്ലീഷ് നന്നായി സംസാരിക്കണം, അറിയണം. അതിപ്പോ ഉണ്ടായ ആഗ്രഹമാണ്. അല്ല, ആദ്യം തന്നെ പക്ഷെ നല്ലൊരു ജോലി വേണം, ഇംഗ്ലീഷ് സംസാരിക്കണം. ആദ്യം നിങ്ങള് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കും, അതിന് കുറെ ജോലി വരും. മനസ്സിലായോ? അതാണ് സത്യം. ഞാനത് ജോലിക്ക് വേണ്ടി ഇപ്പൊ ശ്രമിച്ചിട്ട് കാര്യമില്ല. നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് ഒന്ന് കോൺഫിഡന്റ് ആയി നോക്കി, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് ജോലി വരും. അത് നല്ല ഹൈ പേഡ് സാലറിയിൽ ജോലി വരും, ഉറപ്പാണ്, ഷുവറാണ്. അത് ഒരു മാറ്റവും ഇല്ല. മാം ഇപ്പൊ പഠിപ്പിച്ചത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും? ഇല്ല. എന്തുകൊണ്ടാണ്? ഞാൻ ഇവിടുന്ന് എന്തൊക്കെ ചോദിച്ചാൽ നിങ്ങൾ അക്ഷരം ഉണ്ടാറുണ്ടോ? പറയൂ, ഉണ്ടാറുണ്ടോ? ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ വയ്ക്കുക, അല്ലെങ്കിൽ നമുക്കൊന്ന് ചുമ്മാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുക? ശരിയാണോ? പിന്നെ എങ്ങനെയാണ്? എന്നാലും ഞാൻ എന്നെ കൊണ്ടാവുന്ന ഗ്രാമറൊക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു, എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒന്നും പഠിപ്പിക്കാനില്ല. ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതൊക്കെ ആയിട്ടുള്ള എല്ലാം ഞാൻ പഠിപ്പിച്ചു. ഇനിയും ഞാൻ പറയാണ്, ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ. സോ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഗ്രാമർ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കും, ഞാൻ പറഞ്ഞുതരാം. മാക്സിമം ഇപ്പൊ കോഴ്സ് കഴിയുന്നവരെങ്കിലും നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കും. ഓക്കെ? ഇനി എനിക്ക് തരാനുള്ളത് കുറച്ച് നമുക്ക് ഫ്രേസൽ വേർബ് നമുക്ക് വേണ്ടി പഠിക്കാം. അല്ലാതെ കുറച്ച് നമുക്ക് അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ്, അത് നമ്മൾ എങ്ങനെയാ സംസാരിക്കുക, സോറി പറയുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ഐ ഫീൽ ബോർ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് എങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ട് എങ്ങനെ സംസാരിക്കാൻ പറ്റും, ഏത് സെൻറ്റൻസ് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ വേണം ഞാൻ പറഞ്ഞുതരാം. ഇനി അതൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ? അതുപോലെ ഒരു നല്ലൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഞാൻ മിക്കത് പറഞ്ഞു തരാറുണ്ട് പൊതുവെ, അതും ഞാൻ പറഞ്ഞുതരും. ഓക്കെ? ഇത്തരം കാര്യം എനിക്കിത് ചെയ്യാനുള്ളൂ. ഓ, ഇത്രയും നാളത്തെ എന്റെ എക്സ്പീരിയൻസ് കൊണ്ടും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നിങ്ങൾക്ക് കുറെ നിങ്ങൾ തന്നെ മാറേണ്ടതാണ്. അല്ലാതെ ഞാൻ എത്രത്തോളം ഇവിടുന്ന് ക്ലാസ് എടുത്തുകൊണ്ടും ഒന്നും ആവില്ല എന്ന് എനിക്ക് നല്ലോണം അറിയാം. നിങ്ങൾ അങ്ങനത്തെ ഒരു സ്റ്റുഡൻസ് ആണ്. കാരണം നിങ്ങൾക്ക് ഒരു ചില ദിവസങ്ങൾ നിങ്ങൾ ആക്റ്റീവ് ആണെങ്കിൽ പിന്നത്തെ ഞാൻ ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ പിന്നീടും പണ്ടത്തെ പോലെ തന്നെയാണ്. ഞാനിപ്പോ പറഞ്ഞു ഏകദേശം ഞാനൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കും. ഇപ്പൊ നിങ്ങൾ ഏകദേശം സെറ്റ് ആണ് ക്ലാസ്സിൽ. അടുത്ത ക്ലാസ്സിൽ ഞാൻ പോയാലും വീണ്ടും പഴയതുപോലെയാണ്. എല്ലാ ക്ലാസ്സിലും ഞാൻ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ശരിയല്ലേ? ശരിയാണ്. ഇനി അല്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അതൊക്കെ ഒന്ന് മാറ്റൂ, നിങ്ങള് മാറ്റാൻ ശ്രമിക്കൂ. നമ്മളെ ഡെയിലി ഒരാളെ മോട്ടിവേറ്റ് ചെയ്യണം എന്നൊന്നും ഒരു നിർബന്ധവുമില്ല. അങ്ങനെ ആരും ചെയ്യില്ല പൊതുവെ. നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ജനിച്ചതും നമ്മൾ മരിക്കുന്നതും ഒറ്റയ്ക്കാണ്. അതാദ്യം മനസ്സിലാക്കും. നിങ്ങൾക്ക് ലൈഫ് എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? അതായത് ഫിനാൻഷ്യലി നമ്മുടെ ഇൻഡിപെൻഡന്റ് ആണ്. നമ്മുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ട്. നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച പൈസ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ? നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ളത് നമുക്ക് ചെയ്യാം. ആരും ഒന്നും പറയില്ല. കാരണം നമ്മുടെ പൈസയാണ്. എവിടെ പോകാം, എവിടെ വാങ്ങാം, കാണുന്നതെല്ലാം നമുക്ക് ഇഷ്ടപ്പെടുന്ന എന്തും നമുക്ക് വാങ്ങാം. ഓരോ മൊമെന്റും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഇത് ഇപ്പൊ ഞാൻ പറയുന്ന എല്ലാവരും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണോ? സത്യം പറയും. സത്യമാണ്. ഓക്കെ, ശരിയാണ്. അപ്പോ ഇങ്ങനെ ആഗ്രഹം വെച്ചിട്ടാണോ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പുറത്തോട്ടൊക്കെ ഒന്ന് പോയി ഒരു ജോലിയൊക്കെ കിട്ടി, ഫ്രണ്ട്സ് ആയിട്ടൊന്ന് ചിൽ ഔട്ട് ചെയ്യാ, അങ്ങനെയൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആഗ്രഹിക്കാറുണ്ടോ അങ്ങനെ? കുറേയുണ്ട് ആഗ്രഹങ്ങള്, പക്ഷെ അതിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അതാണ് പ്രശ്നം. ചെയ്യുന്നില്ല, അതാണ്. നിങ്ങൾ എല്ലാവരും കംഫർട്ട് സോണിലാണ് നിൽക്കുന്നത്. ഈ കംഫർട്ട് സോൺ മാറ്റി പുറത്തോട്ട് വരാം.
ആദ്യം ചെയ്യേണ്ടതാണ്. കംഫർട്ട് സോൺ വെറുതെ വേസ്റ്റ് ആണ് കേട്ടോ. എപ്പോഴും നമ്മൾ ഏറ്റവും കംഫർട്ട് സോണിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ എങ്ങും രക്ഷപ്പെടാനേ പറ്റില്ല. ഓക്കെ, അതാണ് മനസ്സിലാക്കുക. ഞാനും ഒരു കംഫർട്ട് സോണിലായിരുന്നു, ഞാൻ തന്നെ ഇറങ്ങിപ്പോന്നാണ്. ഓക്കെ, എന്നിങ്ങനെ പറയുമായിരുന്നു, നീ നോക്കൂ ജോലിക്ക് പോവോ, കാരണം ഞാൻ കല്യാണം കഴിഞ്ഞു പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ മോളായി പിന്നെ മോളൊന്ന് സെറ്റ് ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് വർഷം അങ്ങനെ പോവാണ്. മനസ്സിലായി. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഇതൊക്കെ വേസ്റ്റ് ആണ്, എന്റെ ടൈം വേസ്റ്റ് ആവുന്നു, എന്റെ ഏജ് കൂടുന്നു, ഡിപ്രഷൻ, ഇതെല്ലാം നമുക്കുണ്ട്. ഡിപ്രഷനിൽ എല്ലാവർക്കും ആ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങള് ആണോ ഡിപ്രഷൻ എന്ന് പറയുന്ന സ്റ്റേജ് എക്സ്പീരിയൻസ് ചെയ്യാൻ ആരും ഉണ്ടാവില്ലല്ലോ? ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ട് എല്ലാവരും നിങ്ങൾ ഇപ്പോഴും ഇരിക്കുകയാണ്. അതാണ് ആദ്യം പുറത്തോട്ടൊന്നും ഇറങ്ങും കേട്ടോ. ആ ഡിപ്രഷൻ ആണ് മെയിൻ. അതിനെ കൊണ്ട് ഒന്നും കൊള്ളൂല, ഞാൻ ഇത്രയും നാൾ പഠിച്ചത് വെറുതെയാണ്, ഇങ്ങനെ ഇരിക്കുകയാണ് എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നമുക്ക് സ്വയം തോന്നും. അത് കൂടാതെ പുറത്തുനിന്ന് ഇങ്ങനെ ഓരോരുത്തർ പറയണത് കേൾക്കുമ്പോ നമുക്ക് നമ്മളാകെ ഇതാവും. അത് ആദ്യം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കും, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. അത് ആദ്യം മനസ്സിലാക്കും കേട്ടോ. ഒരാളിനെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത മനുഷ്യന്മാരില്ല. ഒരാളിങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ എവിടെയെങ്കിലും എത്തിയാലേ എന്ന് പറയും. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടാവില്ല കേട്ടോ. പൂർണ്ണമായിട്ട് ഉണ്ടാവില്ലെന്നല്ല, ഉണ്ടാകും. പക്ഷെ അത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. അതാദ്യം മനസ്സിലാക്കണം. പിന്നെ ചുറ്റുള്ളവര് കളിയാക്കാനും ഡിമോട്ടിവേറ്റ് ചെയ്യാനും ഒരുപാട് പേരുണ്ടാവും. ഓക്കെ, എണ്ണാൻ പറ്റില്ല, അതിൽ കൂടുതൽ ആൾക്കാരുണ്ടാവും. അവര് പറയുന്നൊന്നും കേൾക്കുകയും വേണ്ട. അങ്ങനെ ഒരു മൈൻഡ് നമുക്ക് വേണം. നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അയ്യോ അവരെന്ത് പറയും, ഇവരെന്ത് പറയും, അവര് കണ്ടാൽ എന്ത് വിചാരിക്കും എന്നൊക്കെ നോക്കിക്കുകയാണെങ്കിൽ അങ്ങനെ നിൽക്കുകയുള്ളൂ. നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങള് ഓക്കെ ആണ്, ഫാമിലി ഓക്കെ ആണെങ്കിൽ നമുക്കത് ചെയ്യാം. മനസ്സിലായോ? അങ്ങനെയൊക്കെ ചിന്തയാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. അതൊക്കെ മാറ്റാം. ഓക്കെ, ഒരുപാട് മോട്ടിവേഷൻ വീഡിയോസ് കാണാം. യൂട്യൂബ് ഉണ്ടല്ലോ കയ്യില്, ഒരുപാട് കാണാം. ഒരുപാട് വീഡിയോസ് ഉണ്ടല്ലോ. ഈ റീൽസ് ഒക്കെ ഇരുന്ന് കാണുന്ന നേരം കൊണ്ട് അതൊക്കെ കാണാം. കുറച്ചെങ്കിലും നമുക്ക് മോട്ടിവേറ്റ് ആകാൻ പറ്റും, കുറച്ചെങ്കിലും. അല്ലാതെ കാണാറുണ്ട് മിസ്. അല്ലാതെ നമ്മളിങ്ങനെ ഡൗൺ ആയി പോകുമ്പോ മോട്ടിവേറ്റഡ് വീഡിയോ കാണും. അപ്പൊ കുറച്ച് ലിഫ്റ്റ് ആവും, പിന്നെ കുറച്ച് കഴിയുമ്പോ വീണ്ടും ഡൗൺ ആവും. അതാ പ്രശ്നം. നമ്മളെ ആഗ്രഹിക്കുക മീൻസ് എല്ലാ ദിവസവും അതായത് ഇപ്പൊ ഞാൻ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. അതായത് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ തന്നെ സ്വപ്നം കാണാം. മനസ്സിലായോ? ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും, നമ്മൾ തന്നെ സ്വപ്നം കാണാം. എല്ലാ ദിവസവും അത് ആഗ്രഹമായിരിക്കണം. അങ്ങനെ ഒരു ദിവസം വരും 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 എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ ആഗ്രഹിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് പഠിക്കാൻ തുടങ്ങും. നമ്മൾ പോലും അറിയാണ്ട് യൂട്യൂബ് ആണെങ്കിലും റീൽസ് ആണെങ്കിലും, പിന്നെ റീൽസ് വരുന്ന റീൽസ് ഒക്കെ ഇംഗ്ലീഷ് കണക്റ്റഡ് ആയുള്ള റീൽസ് ഒക്കെ തന്നെയായിരിക്കും പിന്നീട് വരാം. കാരണം നമ്മൾ ഓൾറെഡി സെർച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. പിന്നെ നമ്മൾ കാണുന്ന യൂട്യൂബ് വീഡിയോസ് ആണെങ്കിലും റീൽസ് ആണെങ്കിലും ഇംഗ്ലീഷുമായിട്ട് കണക്ട് ചെയ്തായിരിക്കും. അങ്ങനെ നമ്മൾ കുറച്ചെങ്കിലും നമ്മൾ പഠിക്കും. മനസ്സിലായോ? അപ്പൊ ആഗ്രഹങ്ങൾ ഇങ്ങനെ വരും. നമ്മൾ ആഗ്രഹിക്കും തോറും ചുറ്റുമുള്ളതെല്ലാം അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, നിങ്ങൾ അതിനുവേണ്ടി എഫേർട്ട് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യുന്ന ഒരു കാര്യം യൂട്യൂബിൽ നോക്കും. എല്ലാ മനുഷ്യന്മാരും യൂട്യൂബിൽ നോക്കും. ഇംഗ്ലീഷ് നമുക്ക് എങ്ങനെ ഹൗ ടു ലേൺ ഇംഗ്ലീഷ് ഫ്ലുവന്റ്ലി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്യും. കണക്ട് ചെയ്ത് ഒരുപാട് വീഡിയോസ് വരും. അങ്ങനെ നമ്മൾ മിക്കപ്പോഴും ഡെയിലി ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നാണ് കേട്ടോ, ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ കാണും. ഡെയിലി നമ്മൾ സെർച്ച് ചെയ്ത് പോകും. പിന്നെ നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മാത്രമേ വരാം. ഇംഗ്ലീഷ് എന്തെങ്കിലും ഒരെണ്ണം ഉണ്ടാകും. ഡീമോട്ടിവേറ്റ് ചെയ്യാനും എന്തെങ്കിലും ഉണ്ടാകും. ഇഗ്നോർ ചെയ്യാം, ഇത്രയുള്ള ഇഗ്നോർ ചെയ്യുക, ഇംഗ്ലീഷ് എടുക്കുക, സെർച്ച് ചെയ്യുക, പഠിക്കുക. അതിനുശേഷം നിങ്ങൾ റീൽസിലൊന്ന് പോയി നോക്കി, റീൽ എടുത്തു കഴിഞ്ഞാൽ ഇംഗ്ലീഷുമായിട്ട് കണക്ട് ചെയ്ത് വരുള്ളൂ. കാരണം നിങ്ങളുടെ മൈൻഡ് അവരറിഞ്ഞു, എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഓക്കെ, നമ്മൾ സെർച്ച് ചെയ്യുന്ന മാത്രമേ നമുക്ക് റിലേറ്റ് ചെയ്തൊക്കെ വരുള്ളൂ. അപ്പൊ എല്ലാ ദിവസവും നിങ്ങൾ ഇംഗ്ലീഷാണ് കാണുന്നത്, ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മൈൻഡിൽ ആ കാര്യങ്ങൾ വരും. പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം വരും. ഒരിക്കലും അത് വിട്ട് കളയരുത്. കാരണം ഡിമോട്ടിവേറ്റ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വരും. ഷുവറാണ്. ഓക്കെ, എന്താണെങ്കിലും ഇപ്പോ കുറച്ച് ഫുഡി ആണെങ്കിൽ ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും വന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് അങ്ങനെ പോകും. മനസ്സിലായോ? അതുകൊണ്ട് മാക്സിമം മൈൻഡിനെ പിടിച്ച് നിർത്താൻ നോക്കുക, മാക്സിമം. ഓക്കെ, ഇപ്പോ ഡയറ്റ് പൊതുവെ നമ്മൾ ഡയറ്റ് ഒക്കെ എടുക്കുന്ന ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും.
ക്രേവിങ്സ് വരും. ക്രേവിങ്സ് എന്ന് പറഞ്ഞാൽ ആ ടൈമിൽ വരുന്ന ക്രേവിങ്സ് നമുക്ക് പറയാൻ പറ്റില്ല. കഴിക്കണം എന്ന് വരും, അത്രയും വരും. പക്ഷെ മാക്സിമം പിടിച്ചു നിർത്തുന്നവർക്ക് മാത്രമേ അവർ ആഗ്രഹിക്കുന്ന ആ ഒരു സ്ട്രക്ചർ ആണെങ്കിൽ ബോഡി സ്ട്രക്ചറായി കിട്ടുള്ളൂ. അതുപോലൊക്കെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. നമ്മുടെ മൈൻഡിനെ മാക്സിമം കൺട്രോൾ ചെയ്യാൻ നോക്കാം. ഓക്കെ, കൈവിട്ട് പോകാതെ പിടിക്കുക. ഇംഗ്ലീഷ് പഠിക്കണം എന്നൊരു ആഗ്രഹത്തോടെ നിൽക്കുക. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും എന്ന് ഒരു ഉറച്ച വിശ്വാസത്തോടെ നിൽക്കുക. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ, എന്നെ കൊണ്ടാവുന്നത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു. മാക്സിമം എന്റെ കൂടെ വേണമെങ്കിൽ കോപ്പറേറ്റ് ചെയ്ത് നിൽക്കാം. ഓക്കെ, ഓക്കെയാണോ? ഓക്കെയാണ് മാം. അല്ലെ, ഇപ്പൊ ഏകദേശം സെറ്റാണ്. ഇപ്പൊ ഞാൻ പഠിക്കും എന്നൊരു വിശ്വാസം ഇപ്പൊ ഉണ്ട്, ഇല്ലേ? പഠിക്കണം, പറഞ്ഞ പോലെ ഇപ്പൊ ആവണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഈ ക്ലാസ് കഴിഞ്ഞൊരു 3:30 ആവണ വരെ ഉണ്ടാവും ഈ ആഗ്രഹം. അത് കഴിഞ്ഞാൽ പോകൂലേ? പോകോ? വെരി ഗുഡ്. ഒരിക്കലും ഞാൻ പറയുന്ന കുറച്ചെങ്കിലും എന്നോട് ഇത്രയും നാൾ പഠിപ്പിച്ച ഒരു ടീച്ചർ അല്ലേ, ആസ് എ ടീച്ചർ കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കും. ഓക്കെ, ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ഇതിലെങ്കിലും ഒന്ന് വീഴും. ഓക്കെ, പഠിക്കാൻ നോക്കാം കേട്ടോ, മാക്സിമം പഠിക്കാൻ നോക്കാം. എനിക്ക് അത്രേ പറയാനുള്ളൂ. മാക്സിമം ലാംഗ്വേജ് സ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ എത്താം. എന്ത് ജോലി നമുക്ക് ചെയ്യും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ് നിങ്ങളുടെ മുന്നിൽ വരും, ഷുവർ ആണ്. ഓക്കെ, ഇത് വെറുതെ പറയുന്നല്ല, ഇതൊന്നും വെറുതെ പറയുന്ന കാര്യങ്ങളല്ല. അതായത് മനസ്സിലാവും. ക്ലിയർ ആണ്. ഡെയിലി സെന്റൻസ് ആണെങ്കിലും ഞാൻ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്രഷൻസ് ആണ്, ഇതൊക്കെ ഞാൻ ക്ലാസ്സിൽ തന്നതാണ്. ആരെങ്കിലും പഠിക്കാറുണ്ട്? എന്റെ നോട്ട്സ് തന്നെ നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ കുറെ കാര്യങ്ങൾ കിട്ടും. ചെയ്യാറുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഏർലി മോർണിംഗ്, ഒരു ഏർലി മോർണിംഗ് മീൻസ് ഒരു 6 o'clock മുൻപ്, ബിഫോർ 6 o'clock പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. സൈലന്റ് ആയിട്ടിരിക്കും, കുറച്ചൊരു സൈലന്റ് ആയിരിക്കും. പക്ഷെ നമ്മുടെ ബ്രെയിൻ കൂടുതൽ വർക്ക് ചെയ്യുന്ന ആ ടൈമിലാണ്. നമ്മുടെ പ്രകൃതി നേച്ചർ കുറച്ച് അനുഗ്രഹിക്കുന്ന ഒരു ടൈമാണ് എന്നൊക്കെ പറയും. ഒരു രാവിലെ ഒരു ടൈമിന് അങ്ങനെയാണ് പൊതുവെ പറയാറ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. മാക്സിമം കുറച്ചെങ്കിലും നേരത്തെ എണീറ്റ് പഠിക്കുക. ഉറക്കം തൂങ്ങും, അതൊക്കെ ഉണ്ടാകും. ഇതെല്ലാം സ്വാഭാവികമാണ്. കാരണം നമ്മൾ മടി മാറ്റി പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പൊ അതൊക്കെ ഉണ്ടാകാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. പക്ഷെ എന്നാലും മാക്സിമം കൺട്രോൾ ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ, ഫ്ലുവൻ്റ് സംസാരിക്കാം. ഓക്കെ ആണോ? എവിടെയെങ്കിലും എന്തെങ്കിലും നിങ്ങൾ ഫ്ലുവൻ്റ് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓർക്കുക. എപ്പോഴെങ്കിലൊക്കെ വിളിച്ചാണെങ്കിൽ വന്ന് പറയാം. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് ക്ലാസ് ഒന്നും ഉണ്ടായില്ല. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. ഓക്കെ, സോ താങ്ക് യു ഓൾ. സീ യു ഓൺ ദി നെക്സ്റ്റ് ക്ലാസ്. ഇതേപോലെ മുന്നോട്ടോ, ഇപ്പൊ നിങ്ങളുടെ മൈൻഡ് എന്താണോ അതേപോലെ തന്നെ മുന്നോട്ട് പോവാട്ടോ. ഒരു മാറ്റം ഇനി വരുത്തരുത്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടെന്നും എല്ലാവർക്കും മാറണമെന്നും ആഗ്രഹമുണ്ടെന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇതേപോലെ മുന്നോട്ട് പോവാം. ഓക്കെ, സോ താങ്ക് യു. Bye. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.